വാർത്തയിലേക്ക് വീണ്ടും. സംഘർഷത്തിനും തട്ടിക്കൊണ്ടുപോകൽ നാടകത്തിനുമൊക്കെ പിന്നാലെ എറണാകുളം കൂത്താട്ടുകുളം നഗരസഭയിൽ ഇന്ന് കൌൺസിൽ യോഗം ചേരുകയാണ്. 30ഓളം അജണ്ടകളിൽ സുപ്രധാന തീരുമാനമെടുക്കാൻ ചേരുന്ന യോഗത്തിൽ CPM കൌൺസിലറായ കലാരാജുവും പങ്കെടുക്കും. ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകും. ലിഡിയ, ഇന്ന് കൌൺസിൽ യോഗം ചേരുകയാണ്. വലിയ സംഘർഷത്തിനും വിവാദത്തിനുമൊക്കെ പിന്നാലെയാണ് ചേരുന്നത്. ഒപ്പം CPM കൌൺസിലർ കലാരാജുവും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സംഘർഷത്തിനൊക്കെ സാധ്യതയുണ്ടോ? ദിവ്യ, വലിയ നാടകീയ സംഭവങ്ങൾക്കും വിവാദങ്ങൾക്കുമൊക്കെ ശേഷമാണ് ആദ്യമായി കൗൺസിൽ യോഗം ചേരുന്നത്. 30ഓളം അജണ്ടകളിലാണ് തീരുമാനമെടുക്കേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ആശുപത്രി വാസത്തിന് ശേഷം കലാരാജു കഴിഞ്ഞ ദിവസം ഡിസ്ചാർജായി. കലാരാജു ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കും. അതിൽ കലാരാജുവിൻ്റെ ഒരു നിലപാടാണ് ഏറ്റവും നിർണായകമെന്ന് പറയുന്നത്. ഇത്രയും അജണ്ടകൾ പാസ്സാക്കണമെങ്കിൽ ഭരണസമിതിക്ക് ഭൂരിപക്ഷം ആവശ്യമാണ്. നിലവിൽ കലാരാജു കൂറുമാറില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതിയുടെ ഒരു പരാമർശവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കൂറുമാറലുമായി സംബന്ധിച്ച്. അതിനെ തുടർന്ന് നിലവിൽ കൂറുമാറില്ല എന്ന് കലാരാജു നിലപാട് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം അജണ്ടകളൊക്കെ പാസ്സാക്കുന്നതിൽ കലാരാജുവിൻ്റെ ഒരു നിലപാടൊക്കെ നിർണായകമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ അവിശ്വാസ പ്രമേയം പാസ്സാക്കുന്നതിനെ തുടർന്നാണ് ഇത്തരത്തിൽ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. തട്ടിക്കൊണ്ടുപോയി എന്നും മർദ്ദിച്ചെന്നുമൊക്കെയാണ് കലാരാജു പോലീസിലടക്കം പരാതി നൽകിയതും അതിൽ കേസെടുക്കുകയും അത് കോടതി വരെ എത്തുന്ന ഒരു സാഹചര്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ CPMന്റെ ഒരു ആരോപണം എന്ന് പറയുന്നത് UDF ഒരു കുതിര കച്ചവടം നടത്തി അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായത് എന്നൊക്കെയാണ് CPMന്റെ ഒരു ആരോപണം. എന്നാൽ കലാരാജു CPMനെതിരെ തന്നെയാണ് നിലവിൽ നിൽക്കുന്നത്. അതായത് തന്നെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. കൂറുമാറില്ല എന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും കലാരാജുവിന്റെ ഒരു നിലപാടാണ് ഇന്ന് ഏറ്റവും നിർണായകമായിട്ടുള്ളത്. കാരണം ഇത്രയും അജണ്ടകളൊക്കെ പാസ്സാക്കേണ്ട ഒരു സാഹചര്യത്തിൽ കലാരാജു എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷ സാധ്യതയ്ക്കോ ഒരു സാധ്യതയുണ്ടോ എന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ദിവ്യ, ശരി. എന്തായാലും ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ കലാരാജു പങ്കെടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. വിവരങ്ങളാണ് ലിഡിയ